നഗരത്തിൽ ജനവാസ മേഖലയിൽ ബൈക്ക് അമിതവേഗതയിൽ ഓടിക്കുന്നത് ചോദ്യം ചെയ്ത കുടുംബത്തിന് നേരെ മാരകായുധങ്ങളുമായി ഗുണ്ടാക്രമണം. വട്ടിയൂർക്കാവ് പാണാങ്കര അക്ഷരം വീട്ടിൽ രമേഷ് കുമാർ കെയുടെ വീടിന് നേരെയാണ് വൈകിട്ട് അക്രമം ഉണ്ടായത്. സംഭവത്തിൽ പ്രദേശത്ത് പാൽ വിതരണം നടത്തുന്ന രാജേഷ് എന്നയാൾക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസിന് പരാതി കിട്ടി. ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. മേഖലയിൽ കഴിഞ്ഞ 7 വർഷമായി പാൽ വിതരണം നടത്തുന്ന രാജേഷ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റോഡിലൂടെ സ്ഥിരമായി ഹെൽമറ്റ് ഇല്ലാതെ അതീവ അപകടകരമായ രീതിയിൽ അമിതവേഗതയിൽ സ്കൂട്ടർ ഓടിക്കാറുണ്ടായിരുന്നു. കുട്ടികളും സ്ത്രീകളും സ്ഥിരമായി നടന്നു പോകുന്ന വഴിയായതിനാൽ അപകട സാധ്യത ഒഴിവാക്കാൻ മാസങ്ങൾക്ക് മുൻപ് രമേഷ് കുമാർ ഇയാളെ സ്നേഹപൂർവ്വം ഉപദേശിച്ചിരുന്നു. ഹെൽമറ്റ് ധരിക്കണമെന്നും വേഗത കുറയ്ക്കണമെന്നും മാത്രമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന്റെ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജേഷ് ഈ കുടുംബത്തെ നിരന്തരം വേട്ടയാടുകയായിരുന്നു. 4 ദിവസം മുൻപ് രമേഷ് കുമാറിന്റെ വീട്ടിലെത്തിയ ഇയാൾ വഴിയിലെ മുളയില കണ്ണിൽ തട്ടിയെന്നാരോപിച്ച് ബഹളമുണ്ടാക്കി. തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിലെത്തിയ പ്രതി രമേഷ് കുമാറിന്റെ മകളോട് അത്യന്തം മോശമായ രീതിയിൽ പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 4:45 രമേഷ് കുമാർ ഓഫീസിലായിരുന്ന സമയം നോക്കി മാരകായുധമായ വെട്ടുകത്തിയുമായാണ് പ്രതി വീണ്ടും അതിക്രമിച്ചു കയറിയത്. വീട്ടുപറമ്പിലെ മരങ്ങളും മുളയും വെട്ടിനശിപ്പിച്ച പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയ രമേഷ് കുമാറിന്റെ ഭാര്യയും മകളും ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. പ്രതി സ്ത്രീത്വത്തെ അത്യന്തം അപമാനിക്കുന്ന രീതിയിൽ അശ്ലീലവർഷം നടത്തുകയും കൊലവിളി മുഴക്കുകയുമായിരുന്നു. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലീസിനോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നായിരുന്നു പ്രതിയുടെ ആക്രോശം. താൻ ഈ നാട്ടുകാരനാണെന്നും നിങ്ങളിവിടെ വന്ന് താമസിക്കുന്നവരാണെന്നും പറഞ്ഞ് കുടുംബത്തെ ഇയാൾ ഭീഷണിപ്പെടുത്തി. ആക്രമണം ഭയന്ന് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ആവശ്യമായ ഇടപെടലുകൾ നടത്തി. പ്രതിയായ രാജേഷിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തങ്ങൾക്കെതിരെ നടന്ന ഈ ആസൂത്രിത ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് രമേഷ് കുമാർ ആരോപിക്കുന്നു. അയൽപ്പക്കത്തെ CCTV ദൃശ്യങ്ങളും കുടുംബം പകർത്തിയ മൊബൈൽ വീഡിയോകളും നിലവിൽ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സ്ത്രീകളെ അപമാനിച്ചതിനും മാരകായുധങ്ങളുമായി വീട് കയറി ആക്രമിച്ചതിനും വധഭീഷണി മുഴക്കിയതിനും പ്രതിക്കെതിരെ ശക്തമായ ക്രിമിനൽ വകുപ്പുകൾ ചുമത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.